കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും വിലയിരുത്തുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത് അത് തന്നെയാണ്. എന്നിട്ടും CPM പറയുന്നത് UDF-നാണ് BJP-യുമായിട്ട് അന്തർധാരയെന്ന്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായ തെളിവുകളുണ്ട്. കാരണം വോട്ട് ഒഴുകിയിരിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത്. CPM-ന്റെ വോട്ട് ചോർച്ചയും എന്നാൽ BJP-യിലെ വോട്ട് വർധനയും, UDF-നും വോട്ട് കൂടിയിട്ടുണ്ട്, എന്നാലും BJP-യിൽ ഉണ്ടായ വോട്ട് വർധനയും തമ്മിൽ അത് പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. CPM-ൽ നിന്ന് വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയിട്ടുണ്ട്. അതിനിപ്പോ നമ്മൾ നേരത്തെ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള അണികളോട് നിങ്ങൾ പോയി BJP-ക്ക് വോട്ട് കൊടുക്കുന്ന ഡയറക്റ്റ് നിർദ്ദേശം കൊടുക്കണമെന്നല്ല. മേലെ തട്ടിൽ BJP നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ധാരണ, ആ ധാരണയുടെ പുറത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാമാണ് CPM BJP അന്തർധാര സജീവമാണെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരണങ്ങൾ നടത്തുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, ഇതുപോലെ ഇത്രയും ശക്തമായ ഒരു കേസ് വന്നിട്ട് ഇവിടെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അത് മോദി മനഃപൂർവ്വം പിണറായിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ആ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്വർണ്ണക്കൊള്ള കേസ് എവിടെ വരെ എത്തി നിൽക്കുന്നു? UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ള കേസിന്റെ പ്രതികളെല്ലാം അകത്താവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ കേരളം കോൺഗ്രസ് മുക്തമാക്കണം എന്നുള്ള BJP-യുടെ അജണ്ട, CPM-ന്റെ അജണ്ടയും എന്താണ്? കോൺഗ്രസ് ഇല്ലാതാവണം എന്നുള്ളത് തന്നെയാണ് അവരുടെ. ഈ രണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഇവരെ രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ എന്നാൽ പോലും ഇവിടെയുള്ള താഴേക്കിടയിലുള്ള ഈ CPM-കാരും ഇതൊന്നും സമ്മതിക്കാനോ അംഗീകരിക്കാനോ തയ്യാറല്ല. അപ്പോൾ ഈ പാർട്ടി ഇപ്പോഴും വിഡ്ഢികളാക്കുന്നത് അവരുടെ അണികളെ തന്നെയാണ്. അണികൾ നിരന്തരം BJP-ക്കെതിരെ പോരാടുകയും എന്നാൽ തലപ്പത്തുള്ളവർ BJP-യുമായി കൈകോർക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ലാവ്ലിൻ കേസിന്റെ ഈ ഒരു അവസ്ഥ പരിഗണിച്ചാൽ തന്നെ മനസ്സിലാവും മോദി എത്രത്തോളം പിണറായിയെ സംരക്ഷിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ സംരക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ആ ഒരു നിലപാടാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം തേടിയവരും അത് സ്വീകരിച്ചവരുമാണ് ഇവിടത്തെ. അതൊക്കെ മറന്നിട്ട് ഇപ്പോൾ മതേതരത്വ നിലപാടെടുക്കുന്നു, ഹിന്ദുത്വ അനുകൂല നിലപാടെടുക്കുന്നു. ശബരിമലയിൽ നേരത്തെ എടുത്ത സത്യവാങ്മൂലം നിലപാടുകളല്ലേ ചേച്ചി മാറ്റാൻ പറ്റൂ, മാറ്റിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ഈ സമൂഹ മാധ്യമങ്ങളിലാവട്ടെ, കൂടെയുള്ള ആൾക്കാരോടാവട്ടെ, ഇവിടെയുള്ള CPM-കാർ വഴക്കുണ്ടാക്കിയ നമുക്ക് തന്നെ അറിയാം. നമ്മൾ ശബരിമല വിഷയം, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളായ ഇടതുപക്ഷ വിശ്വാസികൾ പോലും എത്രത്തോളം നമ്മളുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്തുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന കാര്യം. പക്ഷെ ഇപ്പൊ അവരെല്ലാം ശശിയായി. ശശിയാണോ PK ശശിയാണോ എന്നല്ലതല്ല, പക്ഷെ അവരെല്ലാം ഇപ്പോ ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ നേതൃത്വം എന്താണ് ചെയ്യുന്നത്? ഇവിടെ വോട്ട് രാഷ്ട്രീയം അല്ലാതെ മറ്റൊന്നും ഇവിടെ CPM-ന്റെ അജണ്ടയിലില്ല. ഇവർ എന്ത് നിലപാടെടുത്താലും അതെല്ലാം വെറും വോട്ട് രാഷ്ട്രീയം. ഇങ്ങേയറ്റം ഇവിടെ കോവിഡ് കാലത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്ത കിറ്റിൽ ഉൾപ്പെടെ, ഇപ്പോൾ വയനാടിൽ വീട് വെച്ച് കൊടുക്കുമെന്ന വാഗ്ദാനത്തിൽ ഉൾപ്പെടെ, അത് ഇപ്പോഴും താമസയോഗ്യമായ വീടുകളായി അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ വന്നത്. അതിൽ എത്രത്തോളം ഇവർ ചെലവഴിച്ചു എന്നോ അതിൽ എത്രത്തോളം കൈയിട്ട് വരുമെന്നോ ഇന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. എന്നിട്ടും അവർ വാദിക്കുകയാണ് വയനാടിൽ അവർ ജനങ്ങളെയെല്ലാം പടുത്തുയർത്തി അവർക്ക് പുതിയ ജീവിതം കൊടുത്തു എന്ന്. എന്നിട്ട് മറ്റുള്ളവർ ഓഫർ ചെയ്ത വീടുകൾ, അതിനെക്കുറിച്ച് തിരിച്ചു ചോദിക്കുകയാണ് അവർ ചെയ്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ അതിനല്ല അവർക്ക് ഉത്തരമുള്ളത്. ഇപ്പൊ ഈ സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, അതിൽ അവർ വലിയ വ്യത്യാസം, വലിയ ഉയർച്ച ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് കൃത്യമായി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും അതിലുള്ള പൊള്ളത്തരം എത്രയാണ്. അല്ല, അത് ഏത് സാഹചര്യത്തിലാണ് പെൻഷൻ കൂട്ടിയെന്നുകൂടി ആലോചിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിപ്പോ പെൻഡിങ് വരുത്തി അവർ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വിശദമായി ആലോചിക്കില്ല. കാരണം അവർ നോക്കുമ്പോൾ ഒരു 4000 രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുമ്പോൾ പിണറായി സർക്കാർ നമുക്ക് ഒരുപാട് കാശ് തരുന്നുണ്ട്. ഈ ഒരു പോയിന്റ്, കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു അജ്ഞതയെ അതിനെ മുതലെടുക്കുക, കാര്യങ്ങൾ തുറന്നു പിടിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു, എനിക്കൊരു എതിർ അഭിപ്രായമുണ്ട്. അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ചേച്ചി. പണ്ടായിരുന്നെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അത് ഏത് പാർട്ടിയോ ആകട്ടെ, ഈ LDF-ഓ UDF-ഓ ആകട്ടെ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ
ഇത്തരത്തിൽ പെൻഷനൊക്കെ കൂട്ടിക്കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ വോട്ട് കിട്ടുകയും അത് ആ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോലും അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഈ CPM-നും LDF-നും അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടാകാറുള്ളത്. എന്നിട്ടും ഈ പെൻഷനൊക്കെ കൂട്ടി കൊടുത്തിട്ടും അതുണ്ടായില്ല. അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. പക്ഷെ വീണ്ടും അതേ നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോ ഒരു പരിധിവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരുടെ ഈ ഗിമ്മിക്കുകളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് തന്നെ വേണം കരുതാനുള്ളത്. അപ്പോ മുൻപ് പലപ്പോഴും ഈ വോട്ട് ചോരി രാഹുൽ ഗാന്ധി പരസ്യമായി തന്നെ തെളിവുകൾ നിരത്തി ആരോപിക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന CPM പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് CPM ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട് വിളിച്ചു പറയുന്നതും. ഇവിടെ CPM BJP ഡീൽ ശക്തമാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം നിറവേറ്റുമ്പോൾ അത് കൃത്യമായ ധാരണയോടുകൂടി നിർവഹിക്കുക. സ്വർണ്ണക്കൊള്ള നടത്തിയ LDF സർക്കാരിനെ ഇവിടത്തെ BJP നേതൃത്വം എതിർക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. അതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം കൊണ്ടുവരണമെന്ന് ഇവിടത്തെ BJP ആവശ്യപ്പെടുന്നില്ല. താഴെ തട്ടിലെ ചില അണികളിൽ നിന്ന് മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ CPM-നെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ തലപ്പത്ത് നിന്ന് മെയിൻ ആൾക്കാർ ആരും തന്നെ, നേതാക്കൾ ആരും തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നില്ല. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ഉറപ്പായും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം കൃത്യമായി നടക്കും. ഇവിടെ BJP-യും CPM-ഉം ചേർന്ന് സ്വർണ്ണക്കൊള്ള കേസ് കോൺഗ്രസിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാനും 1-2 സെൽഫികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യണമെന്നും അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യണമെന്നും പറയുന്നു. അല്ലാതെ ദേവസ്വം വകുപ്പ് മന്ത്രിമാരായ BN വാസവനോ കടകംപള്ളി ഈ കൊള്ള നടക്കുമ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒന്നും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന രീതിയിൽ ഇത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് BJP-യും CPM-ഉം ഒരേപോലെ നടത്തിക്കൊണ്ട്. അല്ലെ, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പറയുമ്പോൾ ഒരു പരിധിവരെ CPM BJP ഡീൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത്, ആദ്യം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ച പാർട്ടി BJP ആണ്. അത് കഴിഞ്ഞ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വരുമ്പോൾ BJP എടുത്ത നിലപാട് എന്താണ്? കുറച്ച് നേതാക്കളൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയോ നിലപാടുകൾ എടുത്തു, കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം ഈ കേസിന്റെ പിന്നാലെ പോവുകയോ വലിയ സമരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. നാമജപ ഘോഷയാത്ര വരെ നടത്തിയ BJP ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോൾ വളരെ മന്ദഗതിയിൽ, വളരെ ഒരു തണുപ്പൻ മട്ടാണ് കേരളത്തിൽ BJP-ക്ക് ഒരു ഹോൾഡ് ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ശബരിമല വിഷയം തന്നെയാണ്, ശബരിമല സ്ത്രീ വിഷയം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയത്തെ നന്നായി കത്തിച്ചിരുന്നുവെങ്കിൽ BJP-ക്ക് അത് ഗുണം ചെയ്യും. പക്ഷെ അവർ ആ ഗുണത്തിനേക്കാൾ ഏറെ അവർക്ക് മറ്റു പല നേട്ടങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം അവർക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കുക, അപ്പോൾ CPM-ന്റെ ലക്ഷ്യവും കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൈകോർത്തിരിക്കുകയാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ യാതൊരു തെറ്റും. അത് കഴിഞ്ഞിപ്പോ ED കേസുമായി മുന്നോട്ട് പോയി. ED കേസ് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ED ശബരിമല വിഷയത്തിൽ വരുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ കേസ് ശരിയായ ദിശയിൽ പോകും, അതല്ലെങ്കിൽ CPM BJP ഡീൽ ഉണ്ടെങ്കിൽ ഈ കേസ് എവിടെയും എത്തില്ല. ചർച്ച പോലും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകനെതിരെ എല്ലാം ED നോട്ടീസ് എന്നും ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. ഈ വാർത്തയൊന്നും വ്യാജ വാർത്തയോ വായുവിൽ നിന്ന് പൊട്ടിമുളച്ചതോ അല്ലായിരുന്നു. ഇതിനെല്ലാം കൃത്യമായ തെളിവ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉള്ള തെളിവുകൾ ഉപയോഗിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതിനെല്ലാം എന്തുണ്ടായി? ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊന്നും പിന്നെ ആരും മിണ്ടുന്ന പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM ഡീൽ BJP ഡീൽ വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിൽ അടൂരും ആറന്മുളയിലുമാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ ക്യാമ്പയിന് വരുന്നത്. അപ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അപ്പൊ അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ CPM BJP ഡീൽ ശബരിമല വിഷയത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പൊ രാഹുൽ ഗാന്ധി വരുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരോടും സൗഹൃദപരമായി ചിരിച്ച് സംസാരിക്കുന്ന രാഹുൽ ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം BJP CPM ഡീൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? BJP-യും CPM-ഉം ചേർന്ന് കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളായ ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള രാഷ്ട്രീയം പോലും ഇന്ന് രാഹുൽ സംസാരിക്കും. കാര്യം എനിക്ക് തോന്നുന്നു, സാധാരണ പല വിഷയങ്ങളിലും രാഹുൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. പല വേദികളിലും രാഹുൽ ശ്രദ്ധിച്ചാൽ മതി, രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോലും അന്ധമായ രാഷ്ട്രീയം സംസാരിക്കാത്ത ആളാണ് രാഹുൽ. പക്ഷെ മറിച്ച് ഇന്നവിടെ രാഷ്ട്രീയം സംസാരിക്കാൻ BJP-ക്കും CPM-നും എതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം ഈ ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടാണ് എടുത്തതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ BJP-ക്കും ഉത്തരം മുട്ടുന്ന രീതിയിലേക്ക് പോകും. കാര്യം പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും, അതൊക്കെ ഓട്ടാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥലമാണ്. ആറന്മുള ആകുമ്പോൾ മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന സ്ഥലമാണ്.
അപ്പൊ അവിടെ വീണ ജോർജിനെതിരെയുള്ള ആരോപണങ്ങൾ KSUക്കാർ സമരം വിളിച്ചപ്പോൾ പോലും അതിനെ പോലും വലിയ രീതിയിൽ ഇലക്ഷൻ ഗിമ്മിക്കാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ രാഹുൽ ഗാന്ധി വരുമ്പോൾ അത് കോൺഗ്രസിനും UDF-നും അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.